ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി ഇന്ത്യൻ റെയിൽവേ നോൺ എ സി മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിൽ നിരക്ക് കിലോമീറ്ററിന് 1 പൈസയാണ് വർദ്ധിപ്പിക്കുന്നത്. AC വിഭാഗത്തിൽ കിലോമീറ്ററിന് 2 പൈസ വർദ്ധിപ്പിക്കും. ലോക്കൽ സബർബൻ ട്രെയിനുകളിൽ നിരക്ക് വർധന ബാധകമാകില്ല. പുതിയ നിരക്ക് ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, 1 പൈസ എന്ന് കേൾക്കുമ്പോൾ വളരെ ചെറിയ തുകയാണ്, പക്ഷേ ദീർഘദൂര യാത്ര വരുമ്പോൾ അത് കുറച്ചുകൂടി പ്രതിഫലിക്കും. എങ്ങനെയാണ് പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് മുംബൈ അല്ലെങ്കിൽ ബംഗളൂരു തുടങ്ങിയ ഇടങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന ഇടങ്ങളിലേക്കുള്ള ടിക്കറ്റിൽ വരാൻ സാധ്യതയുള്ള വർധന? തീർച്ചയായിട്ടും ഈ ദീർഘദൂര യാത്രയെ സംബന്ധിച്ച് വലിയ തോതിൽ തന്നെ നിരക്ക് വർദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ കിലോമീറ്ററിന് 1 പൈസ അത് ഈ AC എക്സ്പ്രസ് ട്രെയിനുകളിലും നോൺ AC എക്സ്പ്രസ് മെയിൽ വിഭാഗത്തിലും, അതുപോലെ കിലോമീറ്ററിന് 2 പൈസ അത് AC വിഭാഗത്തിലാണെങ്കിൽ പോലും ഇത് ദൂരയാത്ര ഇപ്പോൾ ഡൽഹിയിൽ നിന്നും നാട്ടിലേക്കോ കേരളത്തിലേക്കോ അതല്ലെങ്കിൽ മുംബൈ ബാംഗ്ലൂരു കേരളം പോലെയുള്ള വളരെ തിരക്കേറിയ സെക്ടറുകളിലൊക്കെ ഈ നിരക്ക് വർധനവ് അത് വലിയ രീതിയിൽ തന്നെ ആളുകളെ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ജൂലൈ 1-ാം തീയതി മുതൽ തത്കാൽ ടിക്കറ്റുകൾ അത് എടുക്കുന്ന സമയത്ത് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യണം, അല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ വിവരങ്ങൾ കൂടി നൽകണം തുടങ്ങിയിട്ടുള്ള ചില പരിഷ്കാരങ്ങൾ IRCTCയും അതുപോലെ ഇന്ത്യൻ റെയിൽവേയിലും കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരവിറക്കിയിരുന്നു. അതിനൊപ്പമാണ് ഇപ്പോൾ നിരക്ക് കൂടി വർദ്ധിപ്പിക്കുന്ന കാര്യം എന്തായാലും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോഴും ഈ സെക്കൻഡ് ക്ലാസ് യാത്രകളെ ഈ നിരക്ക് ബാധിക്കുന്നില്ല. 500 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ നിരക്ക് വർധനവില്ലാതെ തന്നെ സഞ്ചരിക്കാൻ സാധിക്കും. ഒപ്പം ലോക്കൽ ട്രെയിനുകളിലും അതുപോലെ സബർബൻ ട്രെയിനുകളിലും അതെല്ലാം തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഈ ട്രാക്കുകളാണ്. ഈ സബർബൻ ലോക്കലും സബർബനും എല്ലാം തന്നെ അവിടെയും ഈ നിരക്ക് വർധനവ് വലിയ രീതിയിൽ ബാധിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. പക്ഷേ കിലോമീറ്റർ 1 പൈസ അത് നോൺ AC വിഭാഗത്തിലാണെങ്കിലും അല്ലെങ്കിൽ AC വിഭാഗത്തിൽ 2 പൈസ എന്ന് പറയുന്ന സമയത്ത് അത് ദീർഘദൂര യാത്രകളെ സംബന്ധിച്ചും യാത്രക്കാരെ സംബന്ധിച്ചും വലിയ രീതിയിൽ ട്രെയിനുകളിലാണ് ഈ ടിക്കറ്റ് ചാർജിലാണ് ഇത് ചെറുതായിട്ട് പ്രതിഫലിക്കുക.